ഹായ് കൺമണീസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് മലയാളത്തിലുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ മലയാളത്തിൽ ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാം. ഇപ്പോൾ സമയം 5:45 ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് ഉറക്കത്തളഞ്ഞ്. കാരണം ഏട്ടനിന്ന് നേരത്തെ പണിക്ക് പോകണമെന്നാണ് പറഞ്ഞ്. 6:45 നമുക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചായക്കൂട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഫേവറേറ്റ് കർണാടക വെജിറ്റബിൾ പലാവ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഏട്ടൻ ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ പലാവിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ള സാധനം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പലാവ് ഉണ്ടാക്കി എടുക്കാം. അതിനെന്തെല്ലാം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിൽ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ വെല്ലുള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വലുതിന വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിൻ്റെ അകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് കുക്കർ ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സാധാരണ എല്ലാപ്പോൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വെളിച്ചെണ്ണ എനിക്കത്ര ശരിയാവില്ല. പലാവ് വേണമെന്ന് രാത്രി പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനെല്ലാം ഒന്നും ഇടുന്നില്ല. ഉള്ള കുറച്ച് സാധനം കൊണ്ട് നമുക്ക് ഇന്ന് പലാവ് ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഗ്രാമ്പൂ, വട്ടം, പലാവില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിലില്ലാത്ത കാരണം ഞാൻ ഫസ്റ്റ് നമ്മൾ നേരത്തെ മുറിച്ചിട്ട ഉള്ളി ഇട്ട് കൊടുത്ത് അത് കുറച്ച് ബ്രൗൺ കളർ ആയി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ വീട്ടിൽ ഞാനും ഏട്ടനും മാത്രമേ പലാവ്, തക്കാളിച്ചോറ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കും. അച്ഛൻ അമ്മക്കൊന്നും തീരെ പിടിക്കില്ല. എൻ്റെ മോൾക്കും അതത്ര ശരിയാവുന്നില്ല. ഓൾക്ക് കർണാടക ഫുഡിനെക്കാട്ടും കേരള ഫുഡിനോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ പലാവിന് എല്ലാവരും തക്കാളി ചോറെന്നാണ് പറയാം. തക്കാളി ചോറല്ല ഇത്. തക്കാളി ചോറെന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അത് എന്നാ പറയുക, ടൊമാറ്റോ റൈസ് എന്ന് പറയും. ഇത് പലാവാണ്, വെജിറ്റബിൾ പലാവ്. ഇതിൻ്റെ അകത്ത് തക്കാളി നമ്മൾ കുറച്ചേ ഇടും. ഇനി നമുക്ക് ഉള്ളി കുറച്ച് ബ്രൗൺ കളർ ആയ പാട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് ഫ്രൈ ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ചോറ് എന്ന് പറഞ്ഞാൽ തക്കാളി മാത്രം ഇട്ടുണ്ടാക്കുന്ന ഒരു ചോറാണ്. അതിൻ്റെ അകത്ത് വേറൊരു വെജിറ്റബിൾ വേറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അത് തക്കാളി ചോറ്. പലാവിൻ്റെത് തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് വേറെ വേറെ തന്നെ, ഡിഫറെൻറ്റ് ടേസ്റ്റ്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഏട്ടനാണ് ഇഷ്ടമുള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി നമുക്ക് തക്കാളി ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചതച്ചിട്ട വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ മണം പോകുന്നവരെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. സിമ്മിൽ വെച്ച് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. ഞാനിവിടെ വീട്ടി റൈസാണ് എടുക്കുന്നത്. 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം ഗ്രേവി പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് നേരത്തെ മുറിച്ചിട്ട് വെച്ച പച്ചക്കറി ഇട്ട് കൊടുക്കാം. പച്ചക്കറിയെല്ലാം ഇനി നമുക്ക് കുക്കറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. എൻ്റെ നാട്ടിൽ പലാവ് മസാല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഒരു വേറെ മസാല ഉണ്ട്. ഇവിടെ അത് കിട്ടാറില്ല. ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല എല്ലാം പച്ചക്കറീൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് പലാവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് ഇത് മൂടാണ്ട് നമുക്ക് വെക്കാം. ഇത് പല വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പലാവിൻ്റെ കൂടെ വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കാം. പലാവിൻ്റെ കൂടെ ചട്നി നല്ല കോമ്പിനേഷനാണ്. ഇനി അരി നല്ലോണം കഴുകിയിട്ട് എടുക്കാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷേങ്കിൽ ഇതുവരെ എനിക്ക് കേരള ഫുഡ് ശരിയായിട്ടില്ല. ചോറ്, കറി അതൊന്നും എനിക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ. അധിക ദിവസം ഞാൻ എൻ്റെ നാട്ടിലെ ഫുഡാണ് ഉണ്ടാക്കുക. ഉച്ചക്ക്, രാവിലെ, രാത്രിയെല്ലാം ഞാൻ എൻ്റെ നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കും. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് തന്നെ പല വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട്. മല്ലിയില ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിൽ. പിന്നെ ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ആരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഓരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 വിജലാവേണ്ടു. അപ്പോഴേക്ക് പലാവ് റെഡിയാവും. പലാവ് സെർവ് ചെയ്യുന്ന വീഡിയോ എന്നോട് എടുക്കാൻ മറന്നുപോയി. എൻ്റെ മോൾ ഉറക്കം തെളിഞ്ഞുകൊണ്ട് എനിക്കതിന് സമയം കിട്ടിയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം.
ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടി ഇടണേ. പിന്നെ ഇതേപോലെ കർണാടക റെസിപ്പീസ് വേണമെങ്കിൽ കമൻറ്റ് ഇടണേ. കണ്ടിന്യൂ എന്ന് ഞാൻ ഇട്ടോളാം.